ഏറ്റവും അപകടകാരിയായ ആ സംഗീത ഉപകരണം ഏതാണ്? ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സംഗീത ഉപകരണം എന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ട ഒന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ അമാനുഷിക ശക്തി ഉണ്ടെന്നും അത് ആത്മാക്കളെ ഉണർത്തുന്നുവെന്നും ആളുകൾ ഭയപ്പെട്ടിരുന്നു. ആ ഉപകരണം ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്നുള്ള സംഗീതവും നമുക്ക് കേൾക്കാം. പക്ഷേ അതിനു മുന്നേ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനും രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമൊക്കെയായ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വെറും 10 വയസ്സുവരെ മാത്രമേ അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ എങ്കിലും സ്വന്തം പരിശ്രമത്തിലൂടെ എല്ലാം പഠിച്ചെടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മിന്നലും ഒരുതരം വൈദ്യുതിയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് ലൈറ്റനിങ് റോഡ് അഥവാ ഇടിമിന്നൽ രക്ഷാകവചം കണ്ടുപിടിക്കാൻ സഹായിച്ചു. ഇത് കൂടാതെ ബൈഫോക്കൽ ഗ്ലാസ്, ഫ്രാങ്ക്ലിൻ സ്റ്റൗ, ഓഡോമീറ്റർ എന്നിങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ പ്രശസ്തനായ മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കലാപരമായ ഒന്നാണ് ഗ്ലാസ് ഹാർമോണിക്ക എന്ന സംഗീത ഉപകരണം. 1761 ലണ്ടനിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ നനഞ്ഞ വിരലുകൾ കൊണ്ട് വൈൻ ഗ്ലാസിന്റെ വശങ്ങളിൽ ഉരസി സംഗീതം പുറപ്പെടുവിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതിനെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള സംഗീത ഉപകരണമാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിനായി വിവിധ വലുപ്പത്തിലുള്ള 37 ഗ്ലാസ് പാത്രങ്ങൾ അദ്ദേഹം എടുത്തു. ഓരോന്നിന്റെ നടുവിൽ ദ്വാരമിട്ട് ഒരു ഇരുമ്പ് ദണ്ടിൽ അഥവാ അയൺ റോഡിൽ അവ കോർത്തെടുത്തു. തയ്യൽ മെഷീൻ ചവിട്ടുന്നത് പോലെ ഒരു പെഡൽ ഉപയോഗിച്ച് ഈ ഗ്ലാസ് പാത്രങ്ങളെ കറക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കി. 2 കൈകളും വെള്ളത്തിൽ നനച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസുകളുടെ വശങ്ങളിൽ വിരലുകൾ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ഉരസലിലൂടെ അതിമനോഹരമായ സംഗീതം പുറത്തുവന്നു. ഒരേ സമയം 10 വിരലുകളും ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്നതുകൊണ്ട് വളരെ സങ്കീർണമായ ഈണങ്ങൾ പോലും ഇതിൽ എളുപ്പത്തിൽ വായിക്കാമായിരുന്നു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഇത് വലിയ തരംഗമായി മാറി. മൊസാർട്ട്, ബിഥോവൻ, വിശ്വപ്രസിദ്ധ സംഗീതജ്ഞർ പോലും ഈ ഉപകരണത്തിനായി പ്രത്യേകം ഈണങ്ങൾ രചിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ ഇതിനെക്കുറിച്ച് ധാരാളം കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങി. ഈ സംഗീതം കേൾക്കുന്നവർക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവെന്നും പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നുവെന്നും ആളുകൾ പരാതിപ്പെട്ടു. തലവേദന, തലകറക്കം, നാഡീനരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നതായി പലരും പറഞ്ഞു. ഇതിനെല്ലാം ഉപരിയായി ജർമ്മനിയിൽ ഒരു കലാപരിപാടിക്കിടെ ഒരു കുട്ടി മരിച്ചതായി വാർത്ത പ്രചരിച്ചതോടെ പലയിടത്തും ഈ ഉപകരണം നിരോധിച്ചു. ഗ്ലാസ് ഹാർമോണിക്കയിൽ നിന്നുള്ള ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നുവെന്നും മന്ത്രശക്തി ഉണ്ടെന്നും ആളുകൾ വിശ്വസിച്ചു. മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് അന്നത്തെ കാലത്ത് ഈ ഗ്ലാസ് പാത്രങ്ങൾ നിർമ്മിക്കാൻ 40% ഈയം അഥവാ ലെഡ് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. നനഞ്ഞ വിരലുകൾ കൊണ്ട് ഗ്ലാസിൽ സ്പർശിക്കുമ്പോൾ ഈ ഈയം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. അങ്ങനെ 1800കളിൽ ഇത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ട ഒന്നായി മാറി. എന്നാൽ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുരക്ഷിതമായ രീതിയിൽ ഗ്ലാസ് ഹാർമോണിക്ക വീണ്ടും നിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ പെഡലിന് പകരം മോട്ടോർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിൽ നിന്നുള്ള സംഗീതം ഇതാ. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു ഭാഗം മാത്രം കേൾപ്പിക്കുന്നു. കൂടുതൽ കേൾക്കണമെന്നുള്ളവർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ